എൻ്റെ പേര് സന ഫാത്തിമ. ജീവിതത്തിൽ ഏറ്റവും മനോഹരവും അപകടകരവുമായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സൗഹൃദം പതിയെ എൻ്റെ ഹൃദയത്തിൽ പ്രണയമായി വളർന്നു. അവൻ്റെ ഓരോ സന്ദേശവും ഓരോ വാക്കും എൻ്റെ ജീവിതത്തിന് മുഴുവൻ പിടിച്ചടക്കി. ഞാൻ പഠനം മറന്നു, ഫോൺ ലോകത്തോട് അഡിക്ഷനായി. അവനില്ലാതെ ഞാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് ഞാൻ മാറിയത്. എൻ്റെ പ്രണയം ഒടുവിൽ വീട്ടുകാർ അറിഞ്ഞു. എൻ്റെ ഉമ്മയും ഉപ്പയും എന്നോട് ചോദിച്ചു, സന, നീ ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? പക്ഷേ ഞാൻ അന്ന് കോപത്തോട് പ്രതികരിച്ചു. ഉമ്മയോട് മോശമായി സംസാരിച്ചു, ഉപ്പയുടെ ഉപദേശം അവഗണിച്ചു. എൻ്റെ മാതാപിതാക്കൾ കണ്ണു നിറഞ്ഞു. അവർ എൻ്റെ ഭാവിയെക്കുറിച്ച് പേടിച്ചു. എന്നാൽ ഞാൻ അതൊന്നും മനസ്സിലാക്കിയില്ല. ഒടുവിൽ ആ പ്രണയം തന്നെ എന്നെ വഞ്ചിച്ചു. അവൻ മാറിത്തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം പറഞ്ഞു, നമ്മൾക്കിടയിൽ ഭാവിയില്ല. അന്നാണ് എൻ്റെ ലോകം തകർന്നത്. വീട് പോലും എനിക്ക് ശാന്തിയില്ലാതായി. ഞാൻ ഉമ്മയോടും ഉപ്പയോടും അങ്ങനെ പെരുമാറിയതിൻ്റെ വേദന എൻ്റെ ഉള്ളിൽ കുത്തിത്തുടങ്ങി. ആ ഇരുട്ടിനിടയിൽ അള്ളാഹു തന്നെ എന്നെ വഴികാട്ടി. ഞാൻ സ്വലാത്തിലേക്ക് മടങ്ങി, ദിക്റുകൾ വായിക്കാൻ തുടങ്ങി. ഓരോ തവണയും ഞാൻ സുജൂദിൽ വീണപ്പോൾ എൻ്റെ കണ്ണുനീർ ഉമ്മയെയും ഉപ്പയെയും ഓർത്തുകൊണ്ടിരുന്നു. യാ അല്ലാഹ്, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമിക്കണം. എൻ്റെ മാതാപിതാക്കൾക്ക് സമാധാനം തരണമേ. ഖുർആൻ ഓതുമ്പോൾ എൻ്റെ ഹൃദയം ശാന്തമാക്കി. ഞാൻ തിരിച്ചറിഞ്ഞു, മനുഷ്യരുടെ പ്രണയം മാറും, പക്ഷേ അള്ളാഹുവിൻ്റെ പ്രണയം ഒരിക്കലും മാറില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ പ്രണയം എൻ്റെ ജീവിതത്തിൽ വന്നുപോയത് വേദനയ്ക്ക് മാത്രമല്ല, ഒരു വലിയ പാഠത്തിനു വേണ്ടിയായിരുന്നു. ഉമ്മയുടെ കണ്ണുനീരും ഉപ്പയുടെ ഉപദേശം എനിക്ക് വീണ്ടും ശരിയായ വഴിയിലേക്ക് തിരികെ എത്തിച്ചു. പ്രണയത്തിൽ വീണ് തകർന്നവർ, മാതാപിതാക്കളോട് മോശമായി പെരുമാറിയവർ എല്ലാവരും മനസ്സിലാക്കണം, മനുഷ്യരുടെ പ്രണയം താൽക്കാലികം, പക്ഷേ അള്ളാഹുവിൻ്റെ പ്രണയം നിത്യമാണ്. ഉമ്മയും ഉപ്പയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരെ വേദനിപ്പിക്കരുത്. റബ്ബി റഹ്മുക കമാ റബ്ബിയനി സഗീറ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ.